ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നെയ്പത്രിയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത, നമ്മളിത് അരിപ്പൊടിയോ പുട്ടുപൊടിയോ ഇതൊന്നും വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്, റവ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനായിട്ടുള്ള കുറച്ച് ടിപ്സും കൂടെ ഞാനിവിടെ പറയുന്നുണ്ട്. അളവുകളൊക്കെ ഇവിടെ പറയുന്ന അതേപോലെ തന്നെ കൃത്യമായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് 1 കപ്പ് റവയാണ് എടുക്കുന്നത്. വറുത്ത റവയോ വറക്കാത്ത റവയോ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പം ഇവിടെ എടുത്തിരിക്കുന്നത് വറുത്ത റവ നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കുന്നതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടിയിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക. ഇനി വേണ്ടത് തിളച്ച വെള്ളമാണ്. നമ്മൾ റവ എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കുക. ഇനി ആ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി മിക്സാക്കി കുറച്ച് നേരം അടച്ചു വയ്ക്കാം. ഇതിൻ്റെ ചൂട് കുറച്ച് നാറി വരണം, എന്നിട്ടാണ് നമുക്ക് കുഴയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്രയും നേരം ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഇതിവിടെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടാറി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട തേങ്ങാക്കൂട്ട് പെട്ടെന്ന് തന്നെ ശരിയാക്കാം. അതിനായിട്ട് ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിതിട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 5 6 ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കുക. വെള്ളം തീരെ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ റവയിൽ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് ചൂടായി വന്ന് കാണും. അതിനകത്തേക്ക് ഈ തേങ്ങയുടെ കൂട്ടിട്ട് കൊടുക്കുക. ഇനി ഇതിന് നല്ലൊരു മയം കിട്ടാൻ വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് നെയ്യ് തേച്ചിട്ട് എല്ലാം കൂടെ കുഴച്ചെടുക്കുക. കയ്യിൽ നെയ്യ് തേച്ചത് കൊണ്ട് തന്നെ അധികം ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. അതിനുശേഷം ഇതിനകത്തുനിന്ന് കുറച്ച് വലിയൊരു ഉരുള എടുക്കുക. ഇനി ഇത് നല്ല പോലെ ഉരുട്ടിയെടുക്കുക. ആദ്യമേ തന്നെ കയ്യിൽ വെച്ച് ഉരുട്ടിയെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾക്കിനി ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കാം. അതിനകത്ത് കുറച്ച് എണ്ണയോ നെയ്യോ തേച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയ ഉരുള ഇതിനകത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് കവർ മടക്കി ഇനി ഒരു പ്ലേറ്റ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ ഇത് പരന്ന് കിട്ടും. നെയ്പത്രി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് കട്ടിയിൽ വേണം പരത്താനായിട്ട്. ഒരുപാട് തിന്നാക്കി പരത്തി കഴിഞ്ഞാൽ ശരിക്കിത് കിട്ടത്തില്ല. അതുകൊണ്ട് ഈ ഒരു കട്ടിയിൽ വേണം ഇത് പരത്താനായിട്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നല്ലപോലെ കുഴഞ്ഞ മാവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് പരന്ന് കിട്ടുകയും ചെയ്യും. ഈ സമയത്ത് തന്നെ ഇത് വറക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയും കൂടെ അടുപ്പത്ത് വയ്ക്കുക. എണ്ണ നല്ലപോലെ ചൂടായിട്ട് മാത്രമേ ഇത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇത് പൊങ്ങി വരത്തില്ല. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കറക്റ്റായിട്ട് ഇത് പൊങ്ങി വരും. ഇട്ട ഉടനെ ഇത് പൊങ്ങി വരത്തില്ല. കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഇത് പൊങ്ങി വരിക. അത്രയും സമയം വെയിറ്റ് ചെയ്യുക. ഇനി ഇത് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. പൊങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വയ്ക്കാം. എന്നിട്ട് വേണം ഇതിന് ഫ്രൈ ചെയ്യാനായിട്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ഇനി ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ 2 സൈഡും നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ പത്തിരി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതേപോലെ തന്നെ എല്ലാം തയ്യാറാക്കി എടുക്കുക. പത്തിരി ഇടുന്ന സമയത്ത് എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ടായിരിക്കണം. ഇത് കുമിള പോലെ വീർത്ത് പൊങ്ങി വന്നു കഴിഞ്ഞാൽ തീ കുറച്ചൊന്ന് കുറച്ച് വയ്ക്കുക. അപ്പോഴാണ് ഉൾഭാഗമൊക്കെ കറക്റ്റായിട്ട് വെന്ത് കിട്ടുക. നെയ്പത്തിരി നമ്മൾക്ക് പലതരത്തിലും ഉണ്ടാക്കാം. പുട്ടുപൊടി വെച്ച് ഉണ്ടാക്കുന്ന നെയ്പത്തിരിയുടെ റെസിപ്പി ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ബീഫ് കറിയോ ചിക്കൻ കറിയോ ഏത് വേണമെങ്കിലും നമ്മൾക്ക് എടുക്കാം. അതല്ലെങ്കിൽ കട്ടൻ ചായയുടെ കൂടെ വെറുതെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ്. അതും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു പത്തിരി തന്നെയാണ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യാൻ മറക്കല്ലേ. ഈ രീതിയിൽ ഇത് തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്